ഈ ഇല എന്തിൻ്റെ ഇലയാണെന്നറിയോ? ഇതാണ് കരിനെച്ചി ഇല. ഈ ഇല ഒരു ആയുർവേദ വേദന സംഹാരി ഇലയാണ്. ഇത് ശ്വാസകോശത്തിലെ അസുഖങ്ങൾ, പിന്നെ നടുവേദന, നീരിളക്കം, ഈ ഇലയിട്ട് ആവി പിടിക്കുന്നത് നല്ലതാണ്. വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ്. കുളിക്കാൻ ഉപയോഗിക്കുന്ന ചൂടുവെള്ളത്തിൽ വരെ ഈ ഇലയിട്ട് തിളപ്പിച്ചിട്ട് കുളിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇലയാണ്. ഈ ഇലയും തെങ്ങിൻ്റെ കൂമ്പും ഒക്കെ വെച്ച് ഒരു ലേഹ്യം മരുന്ന് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. തെങ്ങിൻ്റെ കൂമ്പും കുറച്ച് കരിനെച്ചി ഇല, പിന്നെ കുതിർത്തെടുത്ത പച്ചരി, കുറച്ച് ജീരകം, തേങ്ങ ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കണം. തരിതരി ആവരുത്. നല്ല രീതിയിൽ അരച്ചെടുത്ത് മധുരത്തിനായിട്ട് അതിൽ ശർക്കര ഉരുക്കി ചേർക്കണം. ഉരുക്കി അരിച്ച് ചേർക്കണം. പൊടിയാണ് ഇതിന് ഏറ്റവും നല്ലത്, പക്ഷേ ശർക്കരയും നല്ലതാണ്. പിന്നെ അരയ്ക്കാൻ നേരം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കാം. അരച്ചെടുത്തതിനകത്തോട്ട് ശർക്കര അരിച്ച് ചേർക്കണം. പിന്നെ ഈ ഒഴിക്കുന്ന വെള്ളം അത് ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമാണ്. അതെല്ലാം കൂടെ ചേർത്ത് അടുപ്പത്ത് വെച്ച് കൈ എടുക്കാതെ അത് നല്ല രീതിയിൽ കുറുക്കിയെടുക്കണം. ചെറിയ കയ്പ്പ് കാണും, പക്ഷേ ശരീരത്ത് ഗുണം ചെയ്യുന്നതാണ്. നടുവിന് വേദനയ്ക്കും ശരീരത്തിലെ എല്ലാ വേദനയ്ക്കും ഇത് നല്ലതാണ്. പണ്ടുള്ള മനുഷ്യർ ഇതൊക്കെ കഴിച്ചിട്ട് ഉരുക്ക് മനുഷ്യൻ്റെ കൂട്ടൊക്കെ ഇരിക്കുന്നതെന്ന് അപ്പൂപ്പനൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എൻ്റെ കൊച്ചിലെ ഒരുപാട് വട്ടം വീട്ടിൽ ഇത് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. സമയത്തിൻ്റെ പരിധി കാരണം ഇപ്പോൾ ഒന്നും ആരും ഇങ്ങനെ ചെയ്യാറില്ല. ചെയ്യുന്നവർ കാണും. ഇപ്പോൾ ഈ കരിനെച്ചിയില കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ടിത് ചെയ്യാം. പിന്നെ കൂമ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതിട്ട് ചെയ്ത് കഴിക്കാം. ഇങ്ങനെ കിട്ടുവാണെങ്കിൽ കളയണ്ട, ഇങ്ങനെ ചെയ്ത് നോക്ക്. ഒരാഴ്ചയിൽ 2 വട്ടത്തിലൊക്കെ കൂടുതൽ കഴിച്ചു പോകും. പ്രസവമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്തും പെണ്ണുങ്ങൾക്ക് ഇത് കൊടുക്കാറുണ്ട്. ഒരു വട്ടം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി കഴിച്ച് കഴിയുമ്പോൾ പിന്നെ ഇതൊന്ന് ഉണ്ടാക്കി തിന്നണമെന്ന് തോന്നും നമുക്ക്. ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് ഇത് എന്തുവാന്ന് പോലും അറിയത്തില്ല. ചെയ്ത് നോക്കണേ. അപ്പം അത്ര. ബായ്.